പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ ചെതറി നിൽക്കുന്നവരുണ്ട്, മനസ്സ് പതറി നിൽക്കുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരുണ്ട്, മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്, പേക്കിടാങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ ആദികൾക്ക് അറുതി വരുത്താൻ അങ്ങയോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ, ഓരോരോ മനുഷ്യരെ അവരുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയും ചെറുത്തു നിൽപ്പിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവ് ന്യായമായ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവിൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കുകയും നീ ചെയ്തു തീർക്കേണ്ട ജോലി കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടിയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയും അത് പൂർത്തിയാക്കാൻ വേണ്ടിയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനത്തിരിക്കുന്ന പോലെ അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിൻ്റെ ജോലികളെയെല്ലാം നിൻ്റെ ഉത്തരവാദിത്തങ്ങളെയെല്ലാം നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെയെല്ലാം ഇന്നത്തെ മുഴുവൻ യാത്രകൾ, ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകൾ, ഇന്നത്തെ മുഴുവൻ ഫോൺ വിളികൾ, ഇന്നത്തെ മുഴുവൻ സംഭാഷണങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ അമ്മയുടെ മധ്യസ്ഥത ലഭിക്കുകയും നീ വിജയശ്രീലാളിതനായി തിരികെ വരാൻ ഇന്ന് രാത്രി കിടക്കയിലേക്ക് വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാനൊരിക്കലേ ഒരു ചേട്ടായി ഒരു സഹോദരൻ ഒരു ഭയങ്കരമായ ഒരു സംഘടനത്തിലെ ശത്രുക്കളെ അദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹം മരിച്ചുപോയി. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മരിച്ച ആളും ജ്യേഷ്ഠനും തമ്മിൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പെണമെടുക്കാൻ പോയി. എന്നാൽ പള്ളിയിലൊക്കെ കൊണ്ട് ഭയങ്കരമായ സങ്കടകരമായ ഒരു വലിയൊരു അവസ്ഥയാണത്.
ആ അവസ്ഥയിൽ ആർക്കും സഹിക്കത്തില്ല. അന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇങ്ങയുടെ കയ്യിലുമൊക്കെ തോക്കുണ്ട്. ഇങ്ങർക്ക് വേണമെങ്കിൽ ആരെങ്കിലും വിട്ടെങ്കിലും ശത്രുക്കളെ നിഹരിക്കാൻ പറ്റും. അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെയ്യാതെ, കാരണം ഞാൻ അദ്ദേഹത്തെ വിട്ടുപോകില്ല. അന്ന് വിട്ടുപോയില്ല. വിട്ടുപോകാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മരിപ്പ് ദിവസം, അടക്കത്തെ ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. അപ്പം എൻ്റെ ഇരിപ്പ് അദ്ദേഹത്തെ സാധനപ്പെടുത്തുന്നുണ്ട്. ഒരു 3 മണിയായി. ബന്ധപ്പെട്ടവർ അടുത്തുള്ളവരൊക്കെ അടുത്തൊക്കെ അവിടെ ആ പ്രദേശത്ത് പറമ്പിലൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു. ഇങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ല പുള്ളി. ഇപ്പം ഞാൻ കർത്താവിനെ പറഞ്ഞ കർത്താവ് ഇയാൾക്ക് അഭിഷേകം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കത്തില്ല. ഇങ്ങനെ അഭിഷേകം കൊടുക്കണം. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു നമുക്ക് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്. ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം ഇങ്ങനെ പതറി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഞാൻ എന്നിട്ട് പറഞ്ഞു ബൈബിളെ കൈവെക്കാൻ പറഞ്ഞു. ബൈബിളെ കൈവച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ കയ്യിലാണ് ഈ മനുഷ്യൻ്റെ ജീവൻ. ഞാൻ നിൻ്റെ ഒരു കപ്പേറിനെ പോലെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നിൻ്റെ പേരിൽ എനിക്ക് ഈ വിഷയമൊന്ന് മോണിറ്റർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നീ എന്നെ സഹായിക്കണം, ഈ മകനെ ധൈര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു നമ്പർ പറയാൻ പറഞ്ഞു. ഇങ്ങനെ നമ്പർ പറയാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു 11 പറഞ്ഞു. പിന്നെ വേറെ ഒരു നമ്പർ കൂടി പറഞ്ഞു. പിന്നെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ സുവിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം യോഹന്നാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കിടക്കുന്നത് യോഹന്നാൻ 11 ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് കിടക്കുന്നത്. നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ കണ്ണു നിറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല, അത് മതിയെന്ന് പറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല എൻ്റെ വിഷമവും എൻ്റെ കുടുംബത്തിൻ്റെ, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് ആൾക്കാരെ ശക്തിപ്പെടുത്താൻ കഴിയും. അതുപോലൊരു സംഭവമാണ് ഒരു ടീച്ചർ ദിവസം എൻ്റെ മുറിയിൽ വന്ന്, അത് ഇവരും കടൂരമായൊരു വേദനയപ്പെട്ട് പോവുകയാണ്. ചെറുപ്പക്കാരൻ അത് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, സ്നേഹിച്ചതിനെ ജീവിച്ചു. പക്ഷേ ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു. ഞാനാണ് ഉപചാരങ്ങൾ ചെയ്തത്. പിന്നെ ആശുപത്രിയിൽ പോയി ലാസ്റ്റാക്കാൻ ഞാനാണ് കൊടുത്തത്. എനിക്ക് ഞാനന്ന് കൊച്ചച്ഛനായിരുന്നു. എനിക്ക് ആ ഭർത്താവ് മരിച്ച ശശിയെ കാണാൻ എങ്ങനെ അവരോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എനിക്ക് അന്ന് പരിചയമില്ലായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കർത്താവ് ത്രോട്ട് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അവർ പറയണ എല്ലാം അവർക്ക് ഇഷ്ടപ്പെടുകയും അവരതിനെ അതിജീവിക്കുകയും ചെയ്യും. പണ്ട് എനിക്ക് ആ ഒരു വരപ്രസാദം ഇല്ലായിരുന്നു. 93-92 കാലങ്ങളിൽ. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനിവരെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവരെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ മേടയിൽ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് ഊണ് കൊടുത്തു. എന്നിട്ട് അവർ പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു, ഞാൻ സ്ഥലം മാറി പോയായിരുന്നു അവിടെ പള്ളിയിൽ നിന്ന്, അവിടെ സ്ഥലത്ത് നിന്ന് അവരുടെ പള്ളിയിൽ നിന്നപ്പോൾ അവരെന്നെ കാണാമെന്നാണ്. ഉച്ചക്ക് വന്ന് കണ്ട് ഊണ് കൊടുത്തു. പിന്നെ അവർ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ശശി കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴവരെന്നോട് പറഞ്ഞു, അച്ഛാ 54:5 എന്ന് പറഞ്ഞു. എനിക്ക് അന്നത്തെ ഒരു കാലം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ധരിക്കുന്ന രീതിയിൽ, അന്നത്തെ കാലത്തേക്ക് അതൊന്നും അത്രയും ഈ ജനമിങ്ങനെ വചനം കൊണ്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കി വരുന്നൊരു കാലമാണ്. 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ് എന്നുവെച്ചാൽ സർവശക്തനാണ് അവിടുത്തെ നാമം. അപ്പം ഞാനോർത്ത് ദൈവം ഇത്രയും വലിയ ഒരു പൊട്ടലാണ് ദുഃഖത്തിൻ്റെ, അതിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇവർ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയണില്ലേ. അപ്പം ഇവിടെ ഭർത്താവിനേക്കാളും അതിൻ്റെ വിയോഗത്തെക്കാളും ഇതിനെല്ലാം അവർ അതിജീവിച്ചിരിക്കുകയാണ്. ആരെക്കൊണ്ട്? ക്രിസ്തുവിനെ കൊണ്ട്. അതായത് ക്രിസ്തുവിനെ അത് ആ ഒരു തകർച്ച ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ അവർക്ക് കൊടുത്ത ഒരു അവസരമാണത്. അവരത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു. നമുക്കറിയാം, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അതായത് ഏറ്റവും ക്രിസ്തുവിനെ അനുഭവിക്കാൻ
ഏറ്റവും നല്ല സമയം ഇപ്പം നമുക്ക് പല കാലങ്ങളില്ലേ അല്ലേ? ഇപ്പം കുരുമുളക്, പണ്ട് ചേരമാൻ പെരുമാളിൻ്റെ ഒരു കഥ ഉണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് ഈ പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഇവിടെ വന്ന് അവർ നമ്മുടെ കുരുമുളകൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും അവരുടെ കൂണോപ്പുള്ള കമ്പനിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും കുരുമുളക് തൈ കൊണ്ടുപോയി ഇവിടുന്ന്. അപ്പോൾ ഇവിടുത്തെ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, തിരുമേനി നമ്മളെ കുരുമുളക് തൈയും കൊണ്ട് അവർ പോയി, ഇനിയിപ്പോൾ അവർക്ക് തന്നെ കുരുമുളക് പിടിപ്പിച്ചാൽ പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല, നമ്മൾ പട്ടിണിയായി പോകുമെന്ന് പറയും. ഒരു സാമൂതിരി പറയവേ, കുരുമുളക് തൈ കൊണ്ടുപോകാം അവർക്ക്, പക്ഷെ തിരുവാതിര കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, എന്തൊരു ജ്ഞാനമാണ്! തിരുവാതിര എന്ന് പറഞ്ഞ് നമുക്കറിയാമില്ലേ, നമുക്ക് ഈ വർഷകാലത്തെ തിരുവാതിരയ്ക്ക് പെയ്യുന്ന 101 മഴയിലാണ് കുരുമുളകിൻ്റെ ബീജഭാവങ്ങളും എല്ലാം നടക്കുന്നത്. അത് നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ് കാലാവസ്ഥയൊക്കെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ എനിക്ക് പേടിയാണ്. കാര്യം നമ്മളാകപ്പാടെ ഇവിടെ അവശേഷിക്കണം നമ്മുടെ പഴയ കാലാവസ്ഥയിൽ. അതും കൂടി പോയാൽ പിന്നെ ഒന്നുമില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഒരു വിഷയമാണിത്. എന്താണിത്? ക്രിസ്തുവിനെ, അതായത് ഒരു മനുഷ്യനെ ഇന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന എന്താണ്? ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യനെ തറ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ടീച്ചറിൽ നിന്ന് അതാ പഠിച്ചത്. ഭർത്തൃവിയോഗത്തിൻ്റെ കൊടിയ ദുഃഖങ്ങളെ അതിജീവിപ്പിച്ചത് ആരാണ്? കർത്താവാണ്. കാര്യം എന്താണ്? ഈ പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവങ്ങളോ ഭയങ്കര ക്രിസ്തു അനുഭവങ്ങളുണ്ടല്ലോ, മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ കാണാതെ കണ്ട ഒരു അനുഭവമാണ്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 Corinthians 15:26. മരണമെന്ന അവസാന ശത്രുവും ക്രിസ്തുവിന്റെ പുറത്തുള്ള മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അടിപൊളി! ക്രിസ്തുവിന്റെ മരണത്താലാണേ അവൻ ജീവനെ പുനരുദ്ധരിച്ചില്ലേ, മരണം നശിപ്പിക്കപ്പെട്ടില്ലേ. ദൈവം സമസ്തവും അവന്റെ പാദത്തിന് അധീനമാക്കി. അതാണ് സംഭവം. അതുകൊണ്ടാണ് അവൻ കർത്താവായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയത്തില്ലേ, നിങ്ങളിനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക കേട്ടോ എന്ന് പറയുമ്പോഴും, അപ്പോൾ ഭർത്താവിൻ്റെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ അസുഖമായിരിക്കും. അമ്മ പറയും, എനിക്ക് അറിയിക്കേണ്ട ഒരാളെ ഞാൻ അറിയിച്ചു, ഒരു ഡോക്ടറെ എന്ന് പറയും. നാട്ടുവർത്തമാനത്തിൽ എത്ര സാക്ഷിയാണെന്ന് അങ്ങനെ വേണ്ടത്? ആരാണ്? അവർക്കറിയാം ഡോക്ടറല്ല കർത്താവെന്ന്, യേശുവാണ് കർത്താവ്. എത്ര ഹാർട്ട് അറ്റാക്ക് വന്ന് കോമായി പോയ ആൾക്കാരാണെന്നറിയാമോ ഈ ചേടത്തിമാർ ICU വിളിച്ചുകൊണ്ട് പോരണത്? എന്താ കാര്യം? കർത്താവിൻ്റെ നാമം, ദൈവം സമസ്തവും. നിന്റെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന അതിനെ പോലും ക്രിസ്തുവിൻ്റെ താഴെയാണ്. എൻ്റെ ദൈവത്തിലെ എനിക്ക് പലപ്പോഴും നിങ്ങളോട് യാചിച്ച് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ നല്ലൊരു സമയം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒരാവശ്യമില്ല. ഒരു മനുഷ്യനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ വെറുക്കപ്പെട്ട മനുഷ്യരില്ലേ, അതുപോലെ തള്ളപ്പെട്ട മനുഷ്യർ, അങ്ങനെയുള്ളൊരു മനുഷ്യർ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനേക്കാൾ വലുതായിട്ട് അവർക്ക്, കാര്യം ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പാലും പഞ്ചാരവും പോരാ, ഭയങ്കര കോമ്പിനേഷൻസാണ് നമ്മുടെ മനസ്സിൽ. സന്തോഷവും രുചി നമുക്ക് തോന്നും. അപ്പോൾ അഭിരുചി ഉണ്ടാകും. ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള രുചിയും അഭിരുചിയുമാണ് ശരിക്കും. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യും, ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമെന്ന് തോന്നുകയല്ലേ, അതിനാണ് അഭിരുചി എന്ന് പറയുന്നത്. ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു തോന്നത്തില്ലേ, അതിനാണ് അഭിരുചി. അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി. അപ്പോൾ അതുപോലെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക്, ഇപ്പോൾ എനിക്ക് ചില സമയത്ത് ഞാൻ ഇങ്ങനെ പൊക്കി പറയുകയല്ല,
എനിക്ക് ഇത്തിരി സമയം ഫ്രീ കിട്ടിയാൽ ഞാൻ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്. ഒരു ജന്മം ചിന്തിച്ചിട്ട് പോലും തീർന്നിട്ടില്ല. അതാണ് ക്രിസ്തു. ചില സമയത്തവർക്ക് ദൈവമേ, എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യമാണ്. പ്രത്യേകിച്ച് കാത്തലിക് പ്രീസ്റ്റ്ഹുഡ് അടിപൊളി. ക്രിസ്തുവിനെ അറിയാൻ കാര്യം, മറ്റുള്ളവർക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള ക്രിസ്തുവിലേ ഉള്ളൂ, കൂദാശയിലുള്ള ക്രിസ്തു ഇല്ല. അത് വേറിട്ടൊരു സംഭവമാണ്. സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അപ്പം തമ്പുരാനിൽ 2.5 മണിക്കൂർ തൊട്ട് 3 മണി വരെ എടുത്ത് ഞാൻ കുർബാനയിലിട്ടുണ്ട്. ഞാൻ വെറുതെ നിങ്ങൾ വായിത്തോളം പറഞ്ഞതല്ല, ഈ നമ്മൾ പബ്ലിക്കായിട്ട് കുർബാനയുള്ള പോലെയല്ല, ഒറ്റയ്ക്ക് ക്രിസ്തുവായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആഭിമുഖ്യമില്ലേ, അതൊരു വല്ലാത്ത ആഭിമുഖ്യമാണ്. കാര്യം കുർബാനയുടെ ലിറ്റർജിയുടെ ഓരോ വാക്കുകളും കർത്താവെ കനിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ചരിത്രം അറിയുമെങ്കിൽ നമ്മുടെ കണ്ണു നിറയും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. എന്താ കാര്യം? രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പിന്തുടർന്ന് നശിപ്പിച്ച് അവരുടെ കൊട്ടക്കൊത്തളങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങളെ ജീവനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നശിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വരും. ഒരു കുതിരപ്പുറത്ത് അശ്വാരൂഢനായി ആധികാരികമായിട്ട് വിജയശ്രീലാളിനെ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച രാജാവിനെ മുമ്പിൽ ആൾക്കാർ അവരുടെ തോൾനാടനും മേലങ്കികളും വിരിച്ചിട്ട് പറയും, കർത്താവെ കനിയണമേ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ us. എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചു, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു, അവരുടെ വസ്തുക്കൾ കൊള്ള ചെയ്ത് നീ വരികയാണ്. കർത്താവെ നീ നേടിയെടുത്തതിൻ്റെ ഞങ്ങൾക്കും ഇത്തിരി തരണമേ എന്ന് ചോദിക്കും. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ സ്വർണവിൻ്റെ ഒക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ വാരി കൊടുക്കും. ഇതാണ് റോമൻ ചരിത്രം. ഇതിൽ നിന്നാണ് കർത്താവെ കനിയൻ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ us എന്ന് ജനങ്ങൾ പറയുന്നതാണ്. പിന്നീട് കർത്താവിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് പറയാൻ തുടങ്ങി. എന്താ കാര്യം? കർത്താവാണ് പാപത്തെ ജയിച്ചത്, സാത്താനെ തകർത്തത്, കൃപയെ പുനരുദ്ധരിച്ചത്. ആ കൃപയിൽ ഈ കുർബാനയിലൂടെ എന്നെയും പങ്കാളിയാക്കണമേ, കർത്താവെ കരുണമേ, ക്രിസ്തുവെ കരുണമേ. ഇത് മനോഹരമാണെന്നറിയാമോ? നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സാഹിത്യ അക്കാദമി കുർബാന ചെയ്യുമ്പോൾ 3 പ്രാവശ്യമല്ല കർത്താവ് വഴിയെന്ന് പറയണത്, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണത്? കർത്താവിനെ കുറിച്ച് ആ മനുഷ്യൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ലൈനിൽ വരുന്നത് വരെ ഞാൻ പറയും, കർത്താവെ കരുണമേ, ക്രിസ്തുവെ കരുണമേ. എന്താണ്? നീ നേടിയ രക്ഷയുടെ കൃപ എനിക്ക് അവകാശമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ നിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കട്ടെ. അതാണ് ഈ പൗരോഹിത്യം എന്ന് പറയണതിൻ്റെ കാര്യം. അതാണ് നമ്മൾ പൗരോഹിത്യത്തിന് വരുന്നപ്പോൾ ശുശ്രൂഷ വരണം. എന്തുകൊണ്ടാണ്? ഇതെല്ലാം കൂടി നമ്മളെ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തവർ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയെക്കുറിച്ച് പറയും, സഭയെക്കുറിച്ച് പറയും. യു ഡോണ്ട് മൈൻഡ്, കേക്ക് പോലും നിങ്ങൾ ചെയ്യരുത്. എന്താ കാര്യം? അത് ഇസ് നോട്ട് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ളല്ലേ. ഇപ്പോൾ എനിക്ക് തന്നെ എന്തുമാത്രം ആരോപണങ്ങളൊക്കെ ആൾക്കാർ പറയും, ഞാൻ മൈൻഡ് ചെയ്യരുത്. എന്താ കാര്യം? ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ. പിന്നെ ആരെങ്കിലുമൊക്കെ എന്നോട് പറയും, അപ്പോൾ ഞാനത് കഴമ്പുണ്ടെങ്കിൽ ഞാനത് തുറന്ന മനസ്സോടെ എടുക്കും. ഓ, അതങ്ങനെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ, നമുക്ക് തിരുത്താമില്ല, എന്താ കുഴപ്പം, ടു ബി ഓപ്പൺ, അത്രേ ഉള്ള കാര്യം. പക്ഷെ ഒരിക്കലും ആവശ്യമില്ലാത്തവിടത്ത് മുമ്പിൽ തലവെച്ച് നമ്മൾ ആ സമയത്ത് കൂടി ദൈവത്തെ അറിയാൻ ആ ഒരു വകുപ്പ് കൂടി എടുത്തിട്ട് ദൈവത്തെ ആശ്രയിക്കാനും അറിയാനും വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ അഭിഷേകം എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഈ ദൈവസ്നേഹത്താൽ ഇപ്പോൾ ആ ടിൻഡു ടീച്ചറിൻ്റെ വിഷയം എന്താണ്? നമ്മളെ 10-20 പത്രമാണ് നമുക്ക് കിട്ടണത്. അതിന് ആ 20 പത്രം വരെ നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. 5 എണ്ണം ഇപ്പോൾ കൊടുത്ത്, 2 എണ്ണം അടുത്ത ദിവസം കൊടുത്ത്, അങ്ങനെ ഇത് എപ്പോഴെങ്കിലും 30 ദിവസത്തിനുള്ളിൽ കൊടുത്ത് തീർത്താൽ മതിയില്ല വിചാരിച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും, എവിടെ കൊടുക്കും എന്നറിയാൽ അതല്ലാതെ അവർ വല്ലതും നമ്മളെ കളിയാക്കുമോ, വല്ലതും നമ്മളെ പറയുമോ വല്ലതും. ഇങ്ങനെ എല്ലാവർക്കും ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടിയാൽ ഇതൊരു ഭയങ്കര സങ്കടകരമായൊരവസ്ഥയാണ്. ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടി. അങ്ങനെ വന്നാൽ എന്ന് നിങ്ങൾ ഉടമ്പടി പ്രകാരം ക്രിസ്തുവിനെ കൈമാറാൻ
നിങ്ങൾ സമൂഹത്തെ പേടിക്കാതിരിക്കുന്നു, അതോടുകൂടി നിങ്ങൾ ദൈവസന്തതിയായി മാറും. ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഇങ്ങനെ ഏറ്റെടുക്കാൻ തുടങ്ങും. ക്രിസ്തുവിനെ കൈമാറാൻ കൂട്ടുകാരെയോ നാട്ടുകാരെയോ പേടിക്കാത്ത ഒരു അഭിഷേകം കിട്ടണം. അത് പ്രധാന കാര്യം എന്താ പറഞ്ഞാൽ, ഈ ദിവസങ്ങളിലെ അക്ഷിത അരൂരെന്ന് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ അക്ഷിതയുടെ സാക്ഷ്യം കേൾക്കണം. ഇപ്പം 50,000 ആൾക്കാർ കണ്ടു. അക്ഷിതയുടെ ഒരു പ്രോബ്ലം, അക്ഷിത ഒരു IIT സ്റ്റുഡൻ്റാണ്, PhD ആണ്, IIT PhD ആണ്. അപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ്, ടോപ്പ് വിദ്യാഭ്യാസം. ഇപ്പോൾ അത് ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ഒരു സ്ഥാപനം നമുക്ക് IIT കോഴിക്കോട്, പിന്നെ മദ്രാസ് IIT, പിന്നെ ഡൽഹി IIT, പിന്നെ അവിടെ തിരുച്ചിറപ്പള്ളിയിലൊക്കെ ഉണ്ട് IIT. അപ്പോൾ ഈ IITയിൽ PhD എടുക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂട്ടുകാരാണ് അവരുടെ എതിരാളികളായിട്ട് വരണത്. കാര്യം ഈ IITക്കാരെല്ലാം ടെക്നിക്കൽ സയൻസ് സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ പ്രാർത്ഥിക്കണെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, നീ സയൻസ് തന്നെയാണ് പഠിക്കണത്, അതാ ഈ 10 പ്രാന്ത് മൂത്ത് നടക്കണം എന്ന് അവർ കൂട്ടുകാർ ചോദിക്കും. നീ സയൻസ് സ്റ്റുഡൻ്റ് ആണല്ലേ. അപ്പോൾ കൂട്ടുകാരോട് ചോദിക്കണേ ഇതാണ്, നീ 10 പ്രാന്ത് മൂത്ത് മാതാവിനെ കണ്ടെന്ന് ഈ വിശേഷം നീ ഇവിടെ പറയരുതെന്ന് പറയും. അവർ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ അവരുടെ ഗ്രൂപ്പിലേക്ക് അവരുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ വല്ല സാക്ഷ്യമോ അതുപോലെ തന്നെ നമ്മൾ വല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ ഇട്ട് കൊടുത്താൽ അവർ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കളയും. ഉടനെ പിശാചുക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, വചനം കേൾക്കുമ്പോൾ അവർ വിരളി പിടിക്കും, അപ്പോൾ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവർക്ക് പേടിയാണ് ഒന്ന് ഇടാൻ വേണ്ടി. അപ്പോൾ അവരെ സ്റ്റോപ്പിടാൻ വേണ്ടി ഇവരിതൊന്നും ദൈവത്തിൻ്റെ കാര്യമൊന്നും അവരുടെ പറയാതെ അവസ്ഥ വന്നു. അവരെ സ്റ്റോപ്പിടാൻ വേണ്ടി നിങ്ങൾ ഓർക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ധൈര്യമാണ്. ധൈര്യമില്ലെങ്കിൽ ഉടമ്പടി എടുക്കരുത്, ദൈവത്തെ പേടിച്ചാൽ മതി. അതുപോലെ ഈ ദൈവത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരും പേടിക്കേണ്ട കാര്യമില്ല. അവരുടെ കൂട്ടെന്ന് വെച്ചാൽ നിങ്ങളത് പോവുമെങ്കിൽ അതങ്ങനെ പോട്ട, എന്താ പ്രശ്നം ഇരിക്കണേ? നിങ്ങൾ ദൈവത്തെ ഈശോ അത് ഇങ്ങനെയുള്ള തട്ടിപ്പുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവത്തെ അറിയാവുന്ന ഈശോ പറഞ്ഞു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കണമെന്ന് ചോദിച്ചില്ലേ. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെന്ന് പറയുന്ന ആ സ്ഥാനത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇവരെക്കാൾ അധികമായി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പ്രസംഗം എടുക്കരുത്. ഇതൊരു നമ്മിൽ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ ഒരു ആത്മീയ കാലാവസ്ഥ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങൾക്ക് വേണ്ടി സഹായമായി ഒരു ഉപകരണമായി എടുക്കുന്നെന്ന് കരുതിയാൽ മതി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പ്രയോജനമില്ലാത്ത പട്ടിക്കാട്ടങ്ങളെ ഇപ്പം തന്നെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് അവരോട് ഈശോയെക്കുറിച്ച് പറയണം. ധൈര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി നമുക്ക് തരേണ്ടത് ധൈര്യമാണ്. നിങ്ങൾ ധൈര്യം കാണിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എബ്രാഹത്തിനെയും വിളിച്ചതാണ്, ലോത്തിനെയും വിളിച്ചതാണ് വാഗ്ദാന ഭൂമിയിലേക്ക്, ശരിയല്ലേ? എബ്രാഹത്തിനെയും വിളിച്ചതാണ്, എബ്രാഹത്തിനെ കൂടെ ആരെയും വിളിച്ചതാണ്? ലോത്തിനെയും വിളിച്ചതാണ്. എന്നിട്ട് എബ്രാഹത്തിൻ്റെ ഗതി എന്ത്, ലോത്തിൻ്റെ ഗതിയുണ്ട്. അവിടെയാണ് പ്രശ്നം. ഉടമ്പടി എടുത്തവർ നിങ്ങൾ ചിലപ്പോൾ അയൽവാസികളായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് കാണും. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ നിങ്ങളുടെ കൂടെ കാറ്റോ മാറ്റോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഉടമ്പടി എടുത്ത് കാണും. പക്ഷേ അവരുടെ ഗതി എന്ത്, നിങ്ങളുടെ ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ആരാണ് വിശ്വസ്തത കാണിക്കണത്, അതാണ് അതിൻ്റെ വിഷയം. ഇപ്പോൾ നിങ്ങൾ വേർപെട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു വേർപാടുണ്ട്. ഉടമ്പടി തന്നെ ദൈവമായിട്ടല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു വേർപാട് വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ അനുദിനം വിശുദ്ധിയോടുകൂടി ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ നമ്മളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 13, 14, 15 എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ദൈവം അവന് വാഗ്ദാനം ചെയ്ത ഉടമ്പടി വാഗ്ദാനങ്ങളില്ലേ ഇല്ലേ? നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് ഐശ്വര്യപൂർണ്ണമായി ജീവിക്കാൻ പറ്റിയ കാനാൻ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പക്ഷേ എന്താ പ്രശ്നം? എബ്രാഹത്തിനെയും വിളിച്ചിട്ടുണ്ട്, ലോത്തിനെയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അയൽവാസികളായിട്ടും കൂട്ടുകാരുമായിട്ടും ഹോസ്റ്റലായിട്ടുള്ള ഫെല്ലോസായിട്ടും നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. പക്ഷേ രണ്ടുപേരുടെയും ഭാവി രണ്ട് തരത്തിലാണ്. രണ്ടുപേരുടെയും ഭാവി ഉടമ്പടി എടുത്തുകൊണ്ടല്ല സംഭവം. ഉടമ്പടി നിങ്ങളെടുത്ത നിലപാടാണ് പ്രശ്നം. അതാണ് ഉൽപ്പത്തി 13:12 വായിച്ച്. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. അബ്രാഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അടുത്ത വചനം. അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. പണിപാളി
ഇനി സോദോമിനെ കുറിച്ച്, അതായത് ഈ രണ്ട് കക്ഷികളെയും ഉടമ്പടി എടുത്ത ആൾക്കാരാണ് എബ്രാഹാം ലോത്തും, അല്ലേ? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ ഉടമ്പടിയുടെ ജീവിതമാണ് എബ്രാഹാം നയിക്കുന്നത്. പക്ഷേ ലോത്ത് എന്ത് പേര്? ലോത്ത് നിരീശ്വരവാദികളും തോന്നിവാസികളും സ്വവർഗഭോഗികളുമായിട്ട് ലൂസ്ഡ് ആയിട്ടുള്ള ടോക്സ് ഉള്ളവർ, ചുമ്മാ ചളവ് വർത്താനമൊക്കെ പറയത്തില്ലേ, ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള കമ്പനികൾ തുടർന്നുകൊണ്ടിരുന്നു ലോത്ത്. അതുകൊണ്ട് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പിഴച്ചവൻ ചെയ്തത് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ പറയണത്? അതായത് അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. ഇനി സോദോമിനെ കുറിച്ച് പറഞ്ഞേ. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അതാ പ്രശ്നത്തെ. അതായത് കർത്താവിന്റെ മുമ്പിൽ വിലയില്ലാത്തവന്മാരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ നമ്മൾ ഈ ഉടമ്പടിയോടുകൂടി ഗുഡ് ബൈ പറയണം. മനസ്സിലായോ? അത് എപ്പോഴും വളരെ സീരിയസ് വിഷയമാണ്. അവരൊരിക്കലും ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ല. അഷിതയുടെ വിഷയമാണ് ഞാൻ പറയണത്. അഷിത PhD അതുപോലെ തന്നെ IIT സ്റ്റുഡൻ്റാണ്. പക്ഷേ അവൾ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. ഉടമ്പടി എടുത്തതിന് ഇപ്പം എടുക്കാനുള്ള കാരണങ്ങൾ അവരുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും അവളുടെ കൂട്ടുകാരെല്ലാം ജോലി കിട്ടിപ്പോകും. ഇവൾ ഒറ്റപ്പെട്ട അവൾക്ക് ഈ MBAയുടെ ഇത് കിട്ടണില്ല, നെറ്റ് കിട്ടണില്ല. അപ്പോൾ അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി നാട്ടിലോട്ട് വരണില്ല, മദ്രാസിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തന്നെ വിട്ടുകളയാം. അപ്പോൾ ലൈഫ് വളരെ മോശമായ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു, ഒരു ഡെഡ് എൻഡിലേക്ക് പോവുകയാണ്. ലൈഫ് ഡെഡ് എൻഡായിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. ശരിക്കും ഇനി മുന്നോട്ട് വഴിയില്ല, പുതിയ വഴി കാണുന്നുമില്ല, കൂടെ ഉള്ളവരെല്ലാവരും പോയി. നിങ്ങളെപ്പോഴും വിചാരിക്കണം, ആ അഷിത പറഞ്ഞത് ശരിയാണ്, കൂടെ ഉള്ളവർ ആരാണ്, എന്ത് തേൻകട്ടയാണെന്ന് പറഞ്ഞാലും എപ്പോഴാലും പോകും മക്കളെ. അതുകൊണ്ട് ദൈവത്തിനത് അറിയാം. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഞാൻ ഒരു കാരണവശാലും നിന്നെ വിട്ടുപിരിയരുത്. ടേക്ക് ദ ബെഡ് ഫോർ അറ്റ് എനി കോസ്റ്റ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് പ്രശ്നം. കൂട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ പോകും. ഇതെല്ലാം അവരുടെ വണ്ടി വരണ വരെയാണ് നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നത്. വെയിറ്റിംഗ് ഷെഡാണ് ജീവിതം ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെയാണ്. നിങ്ങൾ വലിയ ചിലപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ഭക്ഷിച്ച് കഴിക്കുമായിരിക്കും. അതായത് ഇലയെ കളയണ പോലെ ആ ബന്ധവും പോകും. കുറച്ച് കഴിയുമ്പോൾ നിപ്പിൽ അവരവരാൻ കയറിപ്പോവും, അവരുടെ ലയങ്ങളിലേക്ക് പോയി. അപ്പോൾ എപ്പോഴും വിഷയിക്കണം, നമ്മളെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആളോടായിരിക്കണം നമുക്ക് ശാശ്വതമായ ബന്ധമുണ്ടാകണത്. ഉടമ്പടി ഒരു വിട്ടുപിരിയാത്ത നമ്മളെ ഒരു കാലത്തും വിട്ടുപിരിയാത്ത ആളുമായിട്ടുള്ള ഒരു ശാശ്വതമായ ബന്ധമാണ് ഉടമ്പടി. അതിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ട്. ദൈവത്തിന് തിരിച്ചറിയണം, നിൻ്റെ കൂട്ടുകാരെക്കാളും വീട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും നിങ്ങളുടെ എല്ലാം ദൈവത്തെ നീ സ്നേഹിക്കുന്നുവെന്ന് അറിയണം. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരും നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിയണം. മനസ്സിലായില്ലേ? നീ അത് പതുക്കി വെക്കരുതെന്ന് അർത്ഥം. പല ആൾക്കാരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ അതൊരു പ്രൈവറ്റ് അഫെയറായിട്ട് വെച്ചിരിക്കുകയാണ്. ഉടമ്പടി ഒരു പ്രൈവറ്റ് അഫെയർ അല്ലെന്നാണ് ഈശോ പറയണത്, അതൊരു പബ്ലിക് അഫെയറാണ്. ഉടമ്പടി പലരും എടുത്തിട്ടുണ്ട്, പക്ഷേ എന്താ സംഭവം? പക്ഷേ അതൊരു പ്രൈവറ്റ് അഫെയറായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ പക്ക ബ്ലാക്ക് ഫ്രോഡെന്ന് പറയും. ബ്ലാക്ക് ഫ്രോഡ്, കറുത്ത ഒരു കാപട്യ മുഖമുള്ള ആളാണ്. കാര്യം നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല. ആ ഉടമ്പടി ഒരു കാലത്തും മുളക്കത്തില്ല. ഇനി മുളച്ചാൽ ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ്. എന്താ കാര്യം? നീ ഇനിയെങ്കിലും ദൈവത്തെ ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. നട്ടല് വാഴപ്പിണ്ടിയായിട്ട് നടക്കരുത്. മറിച്ച് കുരിശിൽ കയറിയപ്പോൾ പോലും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു വാക്ക് പോലും പിന്നോട്ടെടുക്കാതെ അവസാനം വരെ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത പറഞ്ഞവനാണ്. അവൻ്റെ രക്തത്തിലാണ് നിൻ്റെ ഉടമ്പടി മുദ്ര വെച്ചിരിക്കുന്നത്. നിൻ്റെ വിശ്വസ്തത ഓരോ ദിവസവും വെളിപ്പെടുത്താൻ നീ ബാധ്യസ്ഥയാണ്. ശ്രദ്ധിക്കട്ടെ. അവസാനം അശ്വതയുടെ എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്യും. വളരെ സുന്ദരമായിട്ട് ചെയ്യും. ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം അവൾ ഈശോയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാനത് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും.
ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് വന്ന് വലിയൊരു കർട്ടം വന്ന് വീണ പോലെ കർട്ടം വന്ന് വീണ്. അത് നടക്കത്തില്ല. പക്ഷേ ഒരു ദിവസം അക്ഷിത എന്നെ കാണാൻ വന്നു. ഇവിടെ വെച്ചാൽ ഡൽഹി വെച്ച് ഞാൻ ഡൽഹി ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അപ്പോൾ ഒരു ബ്ലെസ്സിങ് അവിടെ നമുക്ക് ആര് വരുന്നത് ആര് പോകണമെന്ന് ആരും അറിയത്തില്ല. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. അപ്പോൾ പറ്റുന്നവരെയൊക്കെ ഞാൻ ബ്ലെസ് ചെയ്ത് വിട്ട്. പക്ഷേ ആ ഒറ്റ ബ്ലെസ്സിങ്ങോട് കൂടി അവർ രക്ഷപ്പെട്ട്. അപ്പോഴൊക്കെ മനസ്സിലായി അത്രയും നാൾ നടക്കാതിരുന്ന വലിയ കാര്യം ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച കാര്യം അവർക്ക് നടന്ന് കിട്ടി. അതോടുകൂടി അവർക്ക് മനസ്സിലായി ദൈവമാണിത് ചെയ്യണമെന്ന്. അതോടുകൂടി അവർ വിശ്വാസം അവിടെ അവർ വർക്ക് ചെയ്യുന്ന ക്യാമ്പിൽ തന്നെ അവർ പണ്ടിങ്ങനെ മറച്ചു വെക്കുകയുള്ളൂ. ലാപ്ടോപ്പിൽ കൃപാസന മാതാവിൻ്റെ കാശിലും തന്നെ ഒട്ടിച്ചിട്ട് അത് കൂട്ടുകാർ കാണാതെ ഇരിക്കാൻ വേണ്ടി മറച്ചു വെക്കും. ഇവരിത് നടന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്താണ്? അവർ കൃപാസന മാതാവിൻ്റെ പടം എടുത്ത് അവരെ ക്യാബിൽ വെച്ച് പരസ്യമായിട്ട് ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു. ഓർക്കണം, ഷീസ് നോട്ട് എ ക്രിസ്ത്യൻ. അവർ ക്രിസ്ത്യൻ അല്ല. അതുകൊണ്ടാണ് അവർ അത് മറച്ചു വെച്ചത്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ക്രിസ്ത്യനാണ്, എന്നിട്ട് നിങ്ങൾ മറക്കുന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് തന്നെ മാനസാന്തരപ്പെടണം. കർത്താവിനെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്നുള്ളത് ആദ്യം ദൈവവും പിന്നെ നീ എവിടെയെല്ലാം ഇടപെടുന്നു ആ സമൂഹമെല്ലാം അറിയിക്കാനുള്ള ധൈര്യത്തിനായി അഭിഷേകത്തിനായി നീ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ നിന്റെ നാമത്തെ ഏറ്റുപറയുവാൻ യേശുവേ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. പരിശുദ്ധാത്മാ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേർപാടിനെ കുറിച്ച് സംസാരിക്കും. ഉടമ്പടിയും വേർപാടും. ഉടമ്പടി ജീവിക്കണമെങ്കിൽ ഉടമ്പടിക്കിടെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ വേർപെടേണ്ടി വരും. ഉടമ്പടി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഴയ പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളിലേക്ക് ചിലപ്പോൾ കുപ്പിക്കൂട്ടങ്ങളായിരിക്കാം, കുപ്പി വെച്ച് ആഘോഷിക്കുന്ന കൂട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വല്ല സെക്സ് സിനിമയൊക്കെ ഒരുമിച്ച് നിന്ന് കാണുന്ന അത്രയും അലപലാദികളായിട്ടുള്ള കൂട്ടുകാരല്ലേ, എപ്പോഴും സെക്സ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ ദ്വയാർത്ഥം പറയുന്നവരുണ്ടാവും. ചിലപ്പോൾ ദൈവത്തിനെതിരെ വാവിളിച്ച ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരുണ്ടാവും. ഇവരുമായിട്ട് പതുക്കെ നമ്മൾ മാറണം. വേർപാടാണ് ഉടമ്പടി. തമ്മിലൊരുമിച്ച് പോകത്തില്ല. ആ ഒരുമിച്ച് പോകാത്ത കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഫസറിന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് ഇഷ്ടമാണ്, അയാളുടെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ വാവിളിച്ച അയാളുടെ കേമത്വം കാണിക്കാൻ വേണ്ടി അയാൾ ദൈവത്തിനെതിരെ സംസാരിക്കും. അയാളെ കാണ്ടാമൃഗമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ കൂട്ടിപ്പിരിയണം. അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിങ്ങളെ ദൈവത്തിനെതിരായുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നുവെന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ ഉടമ്പടി ബ്ലൂം ആകാൻ തുടങ്ങും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും തിരിച്ചു പോകണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. നമ്മൾ വിട്ടുപോകുന്ന ഉടമ്പടി പ്രകാരം നമ്മൾ വിട്ടുപോകുന്ന കൂട്ടായ്മകളിലേക്കും സന്തോഷങ്ങളിലേക്കും തിരിച്ചു പോകണമെന്ന് നമുക്ക് ഉടമ്പടി കഴിയുമ്പോൾ തിരിച്ചു പോകാം എന്നാണ് നിങ്ങൾ ചിന്തിക്കണത്. നിങ്ങൾ ചിന്തിക്കണം അങ്ങനെയാണ്. ഉടമ്പടി കാലം കഴിയട്ടെ, ഉടമ്പടി കഴിയുമ്പോൾ വീണ്ടും പഴയ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം. എടാ എനിക്ക് ഇത്തിരി സമയം എന്താ, എനിക്ക് ഇന്ന കാര്യം നടക്കാനുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആ ടൈം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചെങ്ങോട്ടാണ് പോണത്? നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോണത്, പിശാചിൻ്റെ അടുത്തേക്കാണ് പോണത്? ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറയണത്? അവൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സൊദോമിൽ നിന്ന് പോരാൻ ഉദ്ദേശിച്ച ആളല്ല അവർ സൊദോമിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് നോക്കുകയാണ്. അതായത് പുറകിലിങ്ങനെ തീങ്ങെന്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മഴ ശമിച്ചെങ്കിൽ തിരിച്ചു പോരാം, ലോത്തിനെ തോണ്ടി വീണ്ടും അവിടേക്ക് പോകാം. അവരാരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാര്യം ലോത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ഉപ്പ് തൂണ് പോലെ നിൽക്കണം എന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ടൂറിസംകാരൊക്കെ നമ്മൾ ഇസ്രായേൽ വിവരിക്കും. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ ഒരു ശാശ്വതമായ മനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ്. Take the word of God, എബ്രായർ 19:26. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് പണ്ടാരം പിന്തിരിഞ്ഞ് നോക്കി, കണ്ടില്ലേ, ഒരു പുതുവണായി തീർന്നു. പിന്നെ അവളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അതായത് ഈ സാധനം വീണ്ടും തിരിച്ചു പോകണമെന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ യാത്ര അവസാനിച്ചു. ഈ സാധനം തിരിച്ചു പോകണം. മഴ ഒതുങ്ങിയോ, തീങ്കന്തകവുമായിട്ടുള്ള മഴ ഒതുങ്ങിയോ, എന്നാൽ പിന്നെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോന്നാൽ എന്താണെന്ന് തിരിഞ്ഞവളെ നോക്കിയതേ ഉള്ളൂ. ഈ സാധനത്തിനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ പഴയ പാപജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് 30 കൊണ്ട് വില നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ യാത്ര ഇവിടെ അവസാനിക്കുക. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ മനസ്സിൽ ചിന്തിച്ചതെല്ലാം എന്നോട് ശാസനാപൂർവം നീ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നവർക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി പ്രകാരം എന്നേക്കുമായി ഉപേക്ഷിച്ച പാപബന്ധങ്ങളെ തിരിച്ചു പോകാതിരിക്കാൻ കർത്താവേ എന്നെ പ്രത്യേകമായി
പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും പാപത്തോടും പാപ സാഹചര്യങ്ങളോടും ഇടചൊല്ലുവാൻ. നിങ്ങൾക്ക് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണേ, എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവർ കർത്താവിനോട് സഹിത്വം ചേർന്ന കൊണ്ടും ഉടമ്പടിയുടെ വിശ്വസ്തത ഉണ്ടായിരുന്ന കൊണ്ടുമാണ് അവർ തിരിച്ചു പോരാതിരുന്നത്. തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോരാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാർ. തിരിച്ചു പോരാൻ, പാപത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു പോരാൻ, രഹസ്യമായ സുഖങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോകാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാരെന്ന് പറയണത്. ഹെബ്രായർ 11:15 വായിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 11:15 തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ ലോത്തിന്റെ ഭാര്യയെ പോലെ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. അതാണ് സംഭവം. ഒന്നുകൂടി വായിച്ചു. ഹെബ്രായർ 11:15 വായിച്ചു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു. വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായോ? വീണ്ടും പഴയ ജീവിതം നിങ്ങളുടെ ഉടമ്പടി ചിലരുടെ ഉടമ്പടി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു. എന്താണ്? ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ പാപത്തിലേക്കും ദൈവത്തെ നിരക്കാത്ത ജീവിതത്തിലേക്കും നിങ്ങൾ തിരിച്ചു പോകാമെന്ന്. മറിച്ച് ഈ രണ്ട് കൃഷി, ഇപ്പോൾ അക്ഷിതയായാലും ശരി, നേരത്തെ വന്ന പ്രിൻസിലായാലും ശരി, അവരെ കർത്താവിനോട് സഹിത്വം വേണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ടിൻഡു ടീച്ചറായാലും ശരി, കർത്താവിനോട് സഹിത്വം വേണമെന്നാണ് ചിന്തിച്ചത്. ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല എന്ന്. അപ്പം ഞാൻ അക്ഷിതയോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിൻസിലായോടും പറഞ്ഞു, നിന്നെ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പൈതൽ പോലെ ജീവിക്കാനുള്ള അവസരം നിനക്കുണ്ടാകും. അവർക്ക് എന്ത് വേണ്ടി കർത്താവ് എന്താണ് ചെയ്തെന്നുള്ളത് ഞാൻ ഇവിടെ പറയണില്ല. നിങ്ങൾ ആ സാക്ഷ്യം കേട്ടാൽ മതി. കർത്താവ് വിശ്വസ്തരാണെന്ന് മനസ്സിലാവും. കൈയിടിച്ച് കർത്താവിനെ ഇൻറ്റിമേറ്റ് ഉടമ്പടി ഡിമാൻഡ്സ് ഇൻറ്റിമേറ്റ് ആൻഡ് ടൈറ്റ് റിലേഷൻ ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ. നിങ്ങൾ ഉടമ്പടിയുടെ ഒരു വലിയ വസന്തം എന്താണെന്നറിയാവോ? നിങ്ങൾ പറയുന്ന വീട്, ജോലി, വിവാഹം, വാടക ഒന്നും വരും. ഇതൊക്കെ ദൈവത്തിന് ചുമ്മാ ഒരു സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഒരു നല്ല ആഴമായ സഹിത്വം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമായിട്ട് എന്നുവെച്ചാൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ 50% താഴെയാണ് നിങ്ങളുടെ മാർക്ക്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം താമസിക്കുമ്പോഴേ, നിങ്ങൾക്ക് മെമ്മോ വരാൻ താമസിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് മെമ്മോ വന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മെമ്മോ വരാൻ വേണ്ടി ദൈവം ഏതാണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസറാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. നിങ്ങളുടെ ദൈവം ഗവൺമെൻറ് ഓഫീസറോ പോലീസ് ഓഫീസറോ ആണ്. കുട്ടി ദൈവങ്ങളാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. മറിച്ച് നിൻ്റെ ദൈവം നിൻ്റെ ജന്മത്തെക്കാളും ഈ ലോകത്തെക്കാളും വലിയവനാണ്. അങ്ങനെ നീ ചിന്തിച്ച് ദൈവത്തെ കൈവിട്ടാൽ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ കൈവിട്ടാൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുത്. ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ജനമേ, എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ ഒരു വചനം വന്ന്, എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തിയപ്പോൾ, എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാനാണ് നിന്നെ ഉയർത്തിയത്. അപ്പോൾ ഇങ്ങനൊരു വാക്ക് ആ വചനത്തിൽ ഉള്ളതാണ്. ഏതാണെന്ന് എനിക്ക് അറിയാതെ ഞാൻ പിന്നെ നോക്കിയെടുത്ത്, അതായത് രാവിലെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വചനമാണ് നമ്മളെ തോണ്ടി വിളിക്കണത്. എന്താ വിളിക്കണത്? എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തി. അപ്പോൾ ഞാനാണ് നിൻ്റെ ദൈവം. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. അതായത് ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എസെക്കിയേൽ 37:13. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, എസെക്കിയേൽ 37:13. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇതാണ് വിഷയം. ഞാനാണ് കർത്താവ്, നിന്റെ ദൈവം ഞാനാണ്. അവനെ ഒരിക്കൽ ദൈവവേദല് നിന്നെ കല്ലറ തുറന്ന് കർത്താവ് ഉയർത്തും. കടങ്ങളായാലും ശരി, ജോലി, വീട്, വിവാഹം, നിന്റെ രോഗം, എത്ര കല്ലറകളിൽ നിന്നാണ് കർത്താവ് നിന്നെ ഉയർത്തണത്. അപ്പോൾ ഒരിക്കൽ നീ കർത്താവിൻ്റെ അടയാളം കണ്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാനാണ് നിൻ്റെ ദൈവം. പിന്നെ എന്താ സംഭവിക്കണത്? അതായത് വീണ്ടും നിങ്ങൾ അവയിൽ കുടുങ്ങി അവയാൽ തോൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ വഷളായിരിക്കും. ഹെബ്രായർ 4:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 മഹത്വം യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. ഹെബ്രായർ 6:4. ഹെബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പറഞ്ഞ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ഉടമ്പടിയിൽ വന്നു, നിങ്ങൾ ഉടമ്പടിയിലൂടെ അടയാളങ്ങൾ ലഭിച്ചു, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, നിത്യതയുടെയും സ്വർഗത്തിൻ്റെയും രുചി അറിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കാര്യം കണ്ടു എന്നും പറഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ പിന്നെ നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് വിഷയമായിട്ട് എടുക്കണം. കാരണം നിങ്ങൾ അനുതാപത്തിലേക്ക് പിന്നെ നയിച്ചാൽ, കാര്യം അനുതാപത്തിലേക്ക് നിൽക്കാൻ അസാധ്യമെന്നല്ലേ. കാര്യം ഉടമ്പടിയുടെ സമയത്ത് 2015 ആദ്യം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഒറ്റ വരിയാണ് എനിക്ക് തന്നത്. അതിൻ്റെ ഒരു പകുതി തന്നത് വിജയകുമാറിനാണ്. വിജയകുമാർ എന്നോട് ദൈവം എഗ്രിമെൻ്റ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വേളാങ്കണ്ണി പള്ളിയിലെ 4 ജവന്മാരെ ചെല്ലാൻ ഞാൻ കിഴക്ക് വേകുലമാതാവിൻ്റെ അടുത്ത് പോയിട്ട് എഴുതിക്കൊണ്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഒരു പേപ്പർ മുഴുവൻ അനുഗ്രഹമാണ് എഴുതിക്കൊണ്ട് വന്നത്. സാറിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ മുഴുവനും പാപമാണ് എഴുതിയിരിക്കുന്നത്. അത് കൂട്ടി വായിച്ചപ്പോൾ വേളാങ്കണ്ണി മലയാളം പള്ളി വെച്ചാണ് അമ്മ പറഞ്ഞത്, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ അനുതാപമാണ്. അപ്പോൾ ഒരിക്കൽ അനുതാപത്തിലേക്ക് നീ തിരിച്ചു വന്ന് വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം വീണ്ടും പഴയ പാപജീവിതത്തിലേക്ക് പോയാൽ വീണ്ടും നിനക്ക് ഉടമ്പടി എടുക്കാനോ ദൈവത്തിൻ്റെ കൃപയിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ വരാനോ പറ്റത്തില്ല എന്ന് ഐശ്വര്യ വചനം. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മൾ സൂക്ഷിക്കാൻ.